ബംഗളൂരുവിൽ മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സുനിതയെക്കുറിച്ച് നടി പാർവതി തിരുവോത്ത് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കനിവുള്ള സ്ത്രീയായിരുന്നു സുനിതയെന്നും പാർവതി പറയുന്നു. ലൈംഗികാക്രമണം ചെറുക്കുന്നതിനിടെയായിരുന്നു സുനിത കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞതു മുതൽ തനിക്ക് കരച്ചിൽ അടയ്ക്കാനാവില്ലെന്ന് താരം പറയുന്നു. ആ വാക്കുകളിലേക്ക്, സുനിത കൊല്ലപ്പെട്ടു, സുനിത മരിച്ചതല്ല, അവൾ കൊല്ലപ്പെട്ടതാണ്. ഞാൻ കണ്ടുമുട്ടതിൽ ഏറ്റവും സ്നേഹനിധിയായ സ്ത്രീ ലൈംഗിക ആക്രമണം തടയുന്നതിനിടെ കൊല്ലപ്പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കരച്ചിൽ നിർത്താനായിട്ടില്ല. അയാൾ അവളുടെ തൊഴിൽദാതാവായിരുന്നു. അയാളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യുകയോ നീതിമുനക്ക് മുന്നിലെത്തിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? സുനിതയ്ക്ക് സ്നേഹനിധിയായ ഭർത്താവും 4 വയസ്സുകാരനായ മകനുമാണുള്ളത്. പിന്നെ അവൾ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന 167 നായ്ക്കളും. രക്ഷാപ്രവർത്തനത്തിനിടെ അവൾക്ക് പലപ്പോഴും കടിയേറ്റിട്ടുണ്ട്. ഒരിക്കൽ കത്തിക്കുത്ത് അതിജീവിച്ചു. തേർഡ് ഡിഗ്രി പൊള്ളലടക്കം പലതും അതിജീവിച്ചു. സുനിത ഈ ജോലി സ്വീകരിക്കാൻ കാരണം അവൾ കൊലപാതകി അയാളുടെ ഡോഗ് ഷെൽട്ടറിൽ ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. അവളുടെ കുടുംബത്തെയും രക്ഷിച്ചെടുത്ത നായ്ക്കളെയും നോക്കിക്കാണാം എന്നും കരുതിയാണ് അവൾ ഈ ജോലി സ്വീകരിച്ചത്. തൻ്റെ കനിവുള്ള ഹൃദയമാണോ അതോ അവളുടെ കൊലയ്ക്ക് നരിച്ചത്? എനിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. ഞായറാഴ്ച ബംഗളൂരുവിൽ വെച്ച് ലൈംഗികാക്രമണം ചെറുക്കുന്നതിനിടെ സുനിത ക്രൂരമർദ്ദനത്തിന് ഇരയായത്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവേ മരണം സംഭവിച്ചു. ഷെൽട്ടർ ഹോമിലെ ഉടമയായ ദീപക് കൃഷ്ണയാണ് പ്രതി. ഇയാൾ സുനിതയുടെ തല ചുവരിലും അലമാരിലും തുടർച്ചയായി ഇടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. നിലത്ത് വീണ സുനിതയുടെ നെഞ്ചത്ത് ആവർത്തിച്ച് ചവിട്ടിയതായി കണ്ടെത്തി.